മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, ഹരിയാന സംസ്ഥാനങ്ങളിലെയും ജമ്മു കാശ്മീരിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇന്ന് പ്രഖ്യാപിക്കും. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം. അതോടൊപ്പം തന്നെ ചേലക്കര, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തീയതികളും പ്രഖ്യാപിച്ചേക്കും. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് നീട്ടിവെക്കുമോ എന്നും ഇന്നറിയാം. രാഗേഷാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. രാഗേഷ്, 4 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതി എന്നത് തന്നെയാണ് പ്രധാനമെങ്കിലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉപതെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നമ്മൾ പോകുമോ എന്നത് അറിയാൻ ഇനി 3 മണിവരെ കാത്തിരിക്കണമല്ലേ? അഭിലാഷ്, നിർണായകമായ തെരഞ്ഞെടുപ്പ് തീയതികൾ ഇന്ന് ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുകയാണ്. 288 സീറ്റുകളുള്ള മഹാരാഷ്ട്ര, 90 സീറ്റുകളുള്ള ഹരിയാന, 81 സീറ്റുകളുള്ള ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങൾക്ക് പുറമെ 90 സീറ്റുകളുള്ള ജമ്മു കശ്മീരിലെ തെരഞ്ഞെടുപ്പ് കൂടി കമ്മീഷൻ ഏതായാലും ഇന്ന് പ്രഖ്യാപിച്ചേക്കും. കാരണം ജമ്മു കശ്മീരിന്റെ കാര്യത്തിൽ എടുത്തു പറയുകയാണെങ്കിൽ 10 വർഷത്തിന് ശേഷം അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നേരത്തെ തന്നെ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയതാണ് സെപ്റ്റംബർ 30 മുമ്പ് ജമ്മു കശ്മീരിൽ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കണം, ഒപ്പം തന്നെ ജമ്മു കശ്മീരിന് പൂർണ്ണ സംസ്ഥാന പദവി നൽകണമെന്നുള്ള കാര്യം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത്തരമൊരു പ്രഖ്യാപനത്തിലേക്ക് ഏതായാലും കടക്കുന്നത്. നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികൃതർ കശ്മീരിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. അതിനുശേഷം കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് ഭല്ലയുമായി കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തുകയും സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തിരുന്നു. ഏതായാലും തെരഞ്ഞെടുപ്പ് അനുകൂലമായ സാഹചര്യമാണ് കശ്മീരിലേത് എന്നാണ് വിലയിരുത്തലുള്ളത്. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജമ്മു കശ്മീരിൽ സമീപകാലത്തെ ഏറ്റവും മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു. ഏതാണ്ട് 58% പോളിംഗ് രേഖപ്പെടുത്തി. താഴ്വരയിൽ മാത്രം 50% പോളിംഗും ജമ്മു കശ്മീരിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ജമ്മു കശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്ന പ്രത്യേകത കൂടിയുണ്ട്. മാത്രമല്ല, ജമ്മു കശ്മീരിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നേരത്തെ 87 സീറ്റുകളായിരുന്നു ജമ്മു കശ്മീരിൽ ഉണ്ടായിരുന്നെങ്കിൽ മണ്ഡല പുനർനിർണയത്തിന് ശേഷം അത് 90ആയി വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. 47 സീറ്റുകൾ താഴ്വരയിലും 43 സീറ്റുകൾ ജമ്മു മേഖലയിലുമാണ്. അങ്ങനെയാണ് ഇപ്പോൾ മണ്ഡല പുനർക്രമീകരണം നടക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും നിർണായകമായ തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം കടക്കുന്നു എന്ന പ്രത്യേകത കൂടി ഇപ്പോഴുണ്ട്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ സംസ്ഥാനങ്ങളിൽ വലിയ തിരിച്ചടി BJPക്ക് NDAക്ക് ഉണ്ടായിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ 2014ലും 2019ലും ഒക്കെ വലിയ വിജയം BJPക്ക് സമ്മാനിച്ചത് മഹാരാഷ്ട്രയായിരുന്നെങ്കിൽ അവിടെ ഇന്ത്യ സഖ്യം മേൽക്കൈ നേടുന്നത് മഹാരാഷ്ട്രയിൽ കണ്ടു. ഹരിയാനയിലും സമാനമായ രീതിയിൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ അപേക്ഷിച്ച് സീറ്റുകൾ കുറയുകയും 5 സീറ്റുകളിലേക്ക് ഇന്ത്യ സഖ്യം വിജയിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന സാഹചര്യത്തിലേക്ക് മാറുകയും ചെയ്തു. ഏതായാലും അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യത്തിനും BJPക്കും ഒരുപോലെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. അതിൽ തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ജമ്മു കശ്മീർ തന്നെയാണ്. അവിടെ 10 വർഷത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം 2014 അവിടെ PDPയും BJPയും ചേർന്നൊരു സഖ്യമാണ് ഭരിച്ചത്. ആദ്യം മുഫ്തി മുഹമ്മദ് സയ്യിദ് മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ മരണശേഷം മകൾ മെഹബൂബ് മുഫ്തി അധികാരത്തിൽ വരുന്നതും കണ്ടു. പിന്നീട് ആ സർക്കാർ താഴെ വീഴുന്നതും രാഷ്ട്രപതി ഭരണത്തിലേക്ക് വരുന്നതുമാണ് കണ്ടത്. അതിനുശേഷമാണ് ജമ്മു കശ്മീരിൽ പ്രത്യേക അധികാരം എടുത്തു കളയുന്ന നടപടികളിലേക്കൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ കടക്കുകയും ചെയ്തത്. ഏതായാലും ആ തെരഞ്ഞെടുപ്പ് തീയതികൾ ഇന്ന് പ്രഖ്യാപിക്കുകയാണ്. 3 മണിക്കാണ് പ്രഖ്യാപനം. അഭിലാഷ് ചോദിച്ചതുപോലെ തന്നെ കേരളത്തിനും ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമാണ് നടക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായത് 3 ഉപതെരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ നടക്കാനുണ്ട് എന്നുള്ളതാണ്. 2 MLA മാർ ലോക്സഭയിലേക്ക് വിജയിച്ചു. ഒരാൾ മന്ത്രിയായിരുന്നു. K രാധാകൃഷ്ണൻ ചേലക്കരയിൽ നിന്നുള്ള പ്രതിനിധിയായിരുന്നു. അവിടെ ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോൾ സ്വാഭാവികമായും ഇന്ന് പ്രഖ്യാപിക്കും. ഒപ്പം പാലക്കാട് നിന്ന് വിജയിച്ച് MLA ആയിരുന്ന ഷാഫി പറമ്പിൽ വടകരയിൽ നിന്ന് വിജയിച്ച് ലോക്സഭയിൽ എത്തുകയും ചെയ്തു. ഒപ്പം രാഹുൽ ഗാന്ധി 2 മണ്ഡലത്തിൽ നിന്ന് തവണ ജനവിധി തേടിയിരുന്നു. വയനാട്ടിലും ഒപ്പം തന്നെ റായ്ബറേലിയിലും. അതിൽ റായ്ബറേലി നിലനിർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി വയനാട് ഒഴിയുകയാണ് ചെയ്തത്. പകരം പ്രിയങ്ക ഗാന്ധി അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തത്. പക്ഷേ വയനാട്ടിൽ ഇപ്പോൾ വലിയ ദുരന്തം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. 100 കണക്കിന് ആളുകൾ ഈ ഉരുൾപൊട്ടൽ മരിച്ചു. അപ്പോൾ അത്തരമൊരു സാഹചര്യം നേരിടുമ്പോൾ വയനാടിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം നീട്ടിവെക്കുമോ എന്ന കാര്യത്തിലൊരു അന്തിമ അറിയിപ്പും ഇന്ന് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കും. ഏതായാലും 3 മണിക്കാണ് നിർണായകമായ പ്രഖ്യാപനം വരാനിരിക്കുന്നത്. സൂചിപ്പിക്കുന്ന പോലെ കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പ് തീയതികൾ ഇന്ന് തന്നെ പ്രഖ്യാപിക്കുമോ, അത് പിന്നീടത്തേക്ക് മാറ്റിവെക്കുമോ? പ്രത്യേകിച്ച് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു കയറിയ രാഹുൽ ഗാന്ധി പിന്നീട് വയനാട് മണ്ഡലം ഉപേക്ഷിച്ച സാഹചര്യം കൂടിയാണുള്ളത്. പക്ഷെ വയനാട് ഒരു ദുരന്തം നേരിടുന്ന സാഹചര്യം. പ്രധാനമന്ത്രി തന്നെ സ്ഥലത്ത് നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയും വലിയ നാശനഷ്ടമാണ് വയനാട്ടിൽ സംഭവിച്ചത് എന്ന് വിലയിരുത്തുകയും ചെയ്തൊരു പശ്ചാത്തലത്തിൽ വയനാട് മാറ്റിവെക്കുമോ എന്നുള്ളതാണ്. അതേസമയം 2 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ കൂടി നടക്കുന്ന പശ്ചാത്തലമുണ്ട്. 2 MLA മാർ നിലവിൽ പാർലമെന്റിലേക്ക് പോയ പശ്ചാത്തലം കൂടി ഉണ്ടാകുന്നുണ്ട്. നമുക്ക് കേരളത്തിന്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പ്
ഒരു ഭാഗത്ത് BJP, മറുഭാഗത്ത് ഇന്ത്യ സഖ്യം എന്ന നിലയിൽ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മഹാരാഷ്ട്രയിലെ ആ അവിയൽ സഖ്യത്തിന്റെ ഒക്കെ ഒരു രൂപം പിന്നീട് എങ്ങനെ മാറിയെന്ന് നമ്മൾ കണ്ടതാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ പ്രത്യേകത നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആ നിലയിൽ രാഷ്ട്രീയമായ ഒരു ഏറ്റുമുട്ടൽ, പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ 400 സീറ്റുകൾ എന്ന അവകാശവാദമൊക്കെയായി പോരാടി BJP, NDA, അതിൽ നിന്ന് തികച്ചും വിഭിന്നമായ ഒരു തെരഞ്ഞെടുപ്പ് ഫലം കൂടി പുറത്തു വരുമ്പോൾ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഇന്ത്യ സഖ്യത്തിന് ഒപ്പം BJPക്ക്? അഭിലാഷ്, ഈ ജമ്മു കശ്മീർ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഇന്ത്യ സഖ്യം എന്ന രീതിയിൽ തന്നെ തെരഞ്ഞെടുപ്പ് നേരിട്ട സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്രയും ജാർഖണ്ഡും. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഇപ്പോഴുള്ള നേട്ടത്തിൽ വലിയ നിർണായക പങ്കുവഹിച്ച സംസ്ഥാനം കൂടിയാണ് മഹാരാഷ്ട്ര. മാത്രവുമല്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയ സാഹചര്യം അവിടെ വലിയ രീതിയിൽ മാറുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന, അന്ന് ശിവസേന രണ്ടായി പിളർന്നിട്ടില്ല. ഉദ്ധവ് താക്കറെ നേതൃത്വത്തിലുള്ള ശിവസേനയും BJPയും സഖ്യമായി മത്സരിക്കുന്നു. മറുവശത്ത് NCPയും കോൺഗ്രസും സഖ്യമായി മത്സരിക്കുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി അവിടെ വലിയ വടംവലി വരുന്നു. തുടർന്നാണ് ശിവസേന ഇങ്ങോട്ട് മാറുന്നതും മഹാ വികാസ് അഘാഡി എന്ന സഖ്യമായി മാറുകയും അത് പിന്നീട് ഉദ്ധവിന്റെ നേതൃത്വത്തിൽ സർക്കാർ രൂപീകരിക്കുകയും ചെയ്തു. പക്ഷേ അതിനുശേഷമാണ് മഹാരാഷ്ട്രയിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ പിന്നീടും കണ്ടു. വലിയ രാഷ്ട്രീയ നാടകങ്ങൾ അതിനുശേഷം മഹാരാഷ്ട്ര കണ്ടു. ശിവസേന വിഭാഗം രണ്ടായി പിളർന്നു. അതിനുശേഷം NCPയും രണ്ടായി പിളർന്നു. അങ്ങനെ ഈ പാർട്ടികളെല്ലാം തന്നെ പിളർന്ന് രണ്ടു ഭാഗത്തായി ചേക്കേറിയ ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകതയുണ്ട്. ഏതായാലും ഇന്ത്യ സഖ്യത്തിന് വലിയ ആത്മവിശ്വാസം നൽകുന്നതും BJPക്ക് ആശങ്കയ്ക്ക് ഇട നൽകുന്നതുമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മഹാരാഷ്ട്രയുടെ ബലം. അതുതന്നെയാണ് ഇന്ത്യ സഖ്യത്തിന് വലിയ ആത്മവിശ്വാസം നൽകുന്നതും. ഇന്ത്യ സഖ്യം ഏതായാലും അധികാരത്തിൽ തിരിച്ചെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ അവർ വെച്ചു പുലർത്തുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ NCP അടക്കമുള്ള അജിത് പവാർ പക്ഷത്തടക്കം വലിയ മുറിവുറുപ്പ് ഇപ്പോൾ ഇതിനോടകം തന്നെ തുടരുകയും ചെയ്തിട്ടുണ്ട്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ മുന്നേറ്റമൊന്നും തന്നെ നടത്താൻ സാധിച്ചില്ല. മാത്രവുമല്ല, ഈ പിളർന്നു പോകാതിരുന്ന ഔദ്യോഗിക പക്ഷം ആയ പാർട്ടികൾക്ക് തിരിച്ചടി നേരിട്ടപ്പോൾ ശരത് പവാറിനും ഒപ്പം തന്നെ ഉദ്ധവ് താക്കറെയ്ക്കും ഒപ്പം നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ ഭൂരിഭാഗം വിജയിക്കുകയും ചെയ്തു. അതാണ് പ്രധാനമായും ഈ രണ്ടു പാർട്ടികൾക്കും പ്രതീക്ഷ നൽകുന്ന പ്രധാനപ്പെട്ട ഘടകം. ഏതായാലും മഹാരാഷ്ട്ര രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഹരിയാനയിലേക്ക് വരികയാണെങ്കിൽ ഹരിയാനയിൽ 2014-ലും 2019-ലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഒരു ഏകപക്ഷീയമായ വിജയമാണ് കണ്ടത്. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ അവിടെ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല എന്ന കാര്യം കൂടി ഇതിനോടകം കൂട്ടി വായിക്കേണ്ടതുണ്ട്. അവിടെ JJP എന്ന് പറയുന്ന പാർട്ടിയുമായി ചേർന്നുകൊണ്ടായിരുന്നു സർക്കാർ ഭരണം നടത്തിയിരുന്നത് BJP. പക്ഷേ 6 മാസം മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് നിർണയത്തെ ചൊല്ലി ആ സഖ്യം ഉപേക്ഷിക്കുന്നു. അതിനുശേഷം BJP അവിടെ സ്വതന്ത്ര പിന്തുണയോടുകൂടിയാണ് ഭരിച്ചിരുന്നത്. അപ്പോൾ അവിടെ ഇനി JJP അടക്കമുള്ള പാർട്ടികൾ നേടുന്ന സീറ്റുകൾ കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടത്തിയതുപോലൊരു മുന്നേറ്റം ഇനി നടത്താൻ സാധിക്കുമോ എന്നുള്ളതൊക്കെ നിർണായകമായ ചോദ്യമാണ്. ഏതായാലും കോൺഗ്രസ് ക്യാമ്പ് ഈ ഘട്ടത്തിൽ വലിയ പ്രതീക്ഷ പങ്കുവെക്കുന്നുണ്ട്. കാരണം 2014-ലാണ് 15 വർഷം നീണ്ടുനിന്ന ഹൂഡ ഭരണത്തിന് അവിടെ അന്ത്യം കുറിച്ച് BJP അധികാരത്തിൽ വരുന്നെങ്കിൽ കഴിഞ്ഞ കാലത്തെ ഒരു തെരഞ്ഞെടുപ്പ് ട്രാക്ക് റെക്കോർഡ് നോക്കുകയാണെങ്കിൽ BJPക്ക് അവിടെ തിരിച്ചടിയാണ് ഹരിയാന സമ്മാനിക്കുകയും ചെയ്തത്. അപ്പോൾ എന്തായിരിക്കും ഹരിയാന ബലം എന്നതുകൂടും നിർണായകമാണ്. മാത്രമല്ല അഭിലാഷ്, ഡൽഹി ആം ആദ്മി പാർട്ടി ഭരണമാണ്, പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി ഭരണമാണ്. ഇതിനോട് ചേർന്ന് കിടക്കുന്ന ആ ബെൽറ്റിലുള്ള ഒരു സംസ്ഥാനമാണ് ഹരിയാന. അപ്പോൾ തീർച്ചയായും ഹരിയാനയിലെ ജനവിധിയും ദേശീയ രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. തീർച്ചയായും രാജ്യം ഉറ്റുനോക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്കാണ് കടക്കുന്നത്. പ്രത്യേകിച്ച് രണ്ടിടങ്ങളിലെ, ഒന്ന് ജമ്മു കാശ്മീരിലെയും അതോടൊപ്പം തന്നെ കശ്മീരിലെയും അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിലെയും. പ്രത്യേകിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPയും ശിവസേനയും ആയിരുന്നു സർക്കാർ രൂപീകരിക്കേണ്ടതെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ മഹാഘാടി സഖ്യത്തിലേക്ക് പോകുന്നു. അവിടെ NCPയും കോൺഗ്രസിനെയും കൂട്ടുപിടിച്ചുകൊണ്ട് സർക്കാർ രൂപീകരിച്ചു. പിന്നീട് രാഷ്ട്രീയ നാടകങ്ങൾക്ക് വേദിയായ ഇരു പാർട്ടികളെയും പിളർത്തിക്കൊണ്ട് NCPയെയും അതോടൊപ്പം തന്നെ ശിവസേനയെയും അടക്കം പിളർത്തുന്ന സാഹചര്യം ആണ് ഉണ്ടായത്. അങ്ങനെ സർക്കാരിനെ അട്ടിമറിക്കുകയും ഒക്കെ ചെയ്തു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ സാഹചര്യം മാറുന്നു. BJPക്ക് തിരിച്ചടിയുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പ്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ 2 നിയമസഭാ സീറ്റുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമോ, പാലക്കാട് ലോക്സഭാ സീറ്റിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നടക്കുമോ, അതറിയാൻ നമുക്ക് 3 മണി വരെ കാത്തിരിക്കാം.